മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് UDF കൺവീനർ നടത്തിയ MM ഹസൻ നടത്തിയ പരാമർശമാണ് ഇന്നത്തെ കവലപ്രസംഗത്തിൽ. ഇന്ത്യ സഖ്യത്തിന്റെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ കിടന്നുറങ്ങി എന്നായിരുന്നു MM ഹസന്റെ ആരോപണം. പ്രധാനമന്ത്രിയെപ്പോലെ പിണറായി വിജയനും പ്രധാന വിഷയം പൗരത്വ നിയമമാണെന്നും കേരള ഗീബൽസായാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്നും MM ഹസൻ ആരോപിച്ചു. കേൾക്കാം കവലപ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേജ്രിവാൾ ജയിലിലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിബു സോറൻ ജയിലിലാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പേടിയില്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിൽ ഈ ED കേസെടുത്തത് രാഷ്ട്രീയ പ്രതികാരമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ മാഷേ, ശ്രീ പിണറായി വിജയൻ, നിങ്ങൾക്ക് വീണ വിജയനെങ്കിലും അവിടെ ഈ കേജ്രിവാളിന്റെ ഭാര്യയോടും ഷിബു സോറന്റെ ഭാര്യയോടൊപ്പം ആ വേദിയിൽ പോയി ഒന്ന് പങ്കെടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പൊ മുഖ്യമന്ത്രിക്കും ഭയമില്ല, പിണറായി വിജയനും ഭയമില്ല. മാസപ്പടി അഴിമതി കേസിൽ ED അന്വേഷണം നേരിടുന്ന മകൾക്കും ഭയമില്ല. എന്താണ് മുഖ്യമന്ത്രി എപ്പോഴും പറയും, എന്റെ മടിയിൽ കനമില്ല, വഴിയിൽ ഭയമില്ല. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമാണ്, അതുകൊണ്ടാണ് വഴിയിൽ ഭയം. ഡൽഹിയിൽ നടന്ന റാലിയിൽ 2 മുഖ്യമന്ത്രിമാര് ജയിലിലാണ്, അവർ പോയില്ല. ജയിലിൽ കിടന്നാൽ പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ജയിലിലില്ലാതെ, ജയിലഴിയല്ലാതെ സുഖമായിട്ട് ഈ ക്ലിഫ് ഹൗസിലെ AC റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹം പോയോ? ഇന്ത്യ സഖ്യത്തിൽ അദ്ദേഹത്തിന് പോകാൻ ബാധ്യതയുണ്ട്. എന്തുകൊണ്ടാ? ആ വേദി നിങ്ങളെ സൂക്ഷിച്ചു നോക്കണം. അവിടെ സീതാറാം യെച്ചൂരി ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു CPIയുടെ ജനറൽ സെക്രട്ടറി D രാജ. ആ വേദിയിൽ അദ്ദേഹം എന്തുകൊണ്ട് പോയില്ല? EDയെ പേടിയില്ലാത്ത ഒരേ ഒരു BJP ഇതര മുഖ്യമന്ത്രിയെ ഇന്ത്യയിലുള്ളൂ, അത് ശ്രീ പിണറായി വിജയൻ മാത്രം. അവിടെ പോയാൽ പിടിച്ചിടുമെന്നല്ല, EDയെ പേടിയില്ല. ഈ പിണറായി നരേന്ദ്ര പ്രധാനമന്ത്രിയെ പോലെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അദ്ദേഹത്തിന് പൗരത്വ നിയമമാണ്. പൗരത്വ നിയമത്തിൽ BJP എതിർക്കാനല്ല മുഖ്യമന്ത്രി കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കോൺഗ്രസിന്റെ ഒളിച്ചുകളി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമല്ല. നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ പ്രചാരകനായിരുന്ന ഗീബൽസ്, ആ ഗീബൽസിന്റെ ഒരു കേരള അവതാരമായി, ഒരു ജൂനിയർ ഗീബൽസായി പിണറായി കേരള ഗീബൽസ് ആയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്. BJPയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അത് ഈ നമ്മുടെ LDF കൺവീനർ, അദ്ദേഹത്തിന് നല്ല തടിയുണ്ടെന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് ബുദ്ധി വളരെ കുറവാണെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇവിടെ മത്സരം LDF-ഉം BJPയും തമ്മിലാണ്. പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയൊക്കെ തിരുത്തി. ഒരു അന്തർധാരയുണ്ട്, അതാണ് കാരണം മുഖ്യമന്ത്രിക്ക് പേടിയില്ലാത്തത്.